ആനകളുടെ അന്തർസംസ്ഥാന കൈമാറ്റത്തിനുമേൽ നിയന്ത്രണങ്ങളും വിലക്കുകളും കർശനമാകുന്നതിനും കുറച്ചു കാലം മുമ്പായി കേരളത്തിൽ എത്തിച്ചേർന്ന ഉത്തരേന്ത്യൻ ഗജവീരന്മാരിൽ പ്രമുഖനാണ് പുത്തൻകുളം അർജുൻ. അവിടെ ഉത്തരേന്ത്യയിൽ വല്ലപ്പോഴും ഒരിക്കൽ ഏതെങ്കിലും ഒരു ജമീന്ദാർ കുടുംബത്തിലെ വിവാഹത്തിനോ ക്ഷേത്രോത്സവങ്ങളിൽ ചുമ്മാ സാന്നിധ്യം അറിയിക്കുവാനോ മാത്രം ശീലിച്ചിട്ടുള്ള ആനകളിൽ ചിലരെങ്കിലും കേരളത്തിലെത്തിക്കഴിയുമ്പോൾ കുഴപ്പക്കാരാവാറുണ്ട്. ഇവിടുത്തെ മണിക്കൂറുകൾ നീളുന്ന ഉത്സവച്ചിട്ടകളുമായി പൊരുത്തപ്പെടുവാൻ വിമ്മിട്ടപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും വടക്കൻ നാട്ടിൽ കാര്യമായ തീറ്റയും കുളിയും ഒന്നുമില്ലാതെ മുഷിഞ്ഞ് ക്ഷീണിച്ച് ജീവിക്കുന്ന ആനകൾ പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലേക്കെത്തി സുഭിക്ഷമായ ഭക്ഷണക്രമത്തിലേക്കും വിഭിന്നമായ കാലാവസ്ഥയിലേക്കും കൂടുമാറുമ്പോൾ ചിലപ്പോൾ അവൻ പൊട്ടിത്തെറിച്ചേക്കാം, കലാപകാരിയായേക്കാം. കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ പ്രശ്നക്കാരായി മാറുന്നതിൽ ഭൂരിപക്ഷവും വരത്തന്മാരായ ആനകളാണെന്ന വാദഗതിയുടെ ആധികാരികത എത്ര തന്നെയായിരുന്നാലും ശരി, പുത്തൻകുളം അർജുൻ ഇതിനൊരു അപവാദം തന്നെയാണ്. ആളുകളുടെയോ മറ്റാനകളുടെയോ നേർക്ക് കയ്യാങ്കളിക്ക് ഒരിക്കലും തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ഒന്ന് കണ്ണുമിഴിച്ച് പേടിപ്പിച്ച അനുഭവം പോലും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മെയ്ച്ചങ്ങലയുടെയും ഇടച്ചങ്ങലയുടെയും കെട്ടിപ്പൂട്ടലുകളില്ലാതെ എത്ര വലിയ ആൾക്കൂട്ടത്തിലേക്കും ധൈര്യമായി കൂട്ടിക്കൊണ്ടു ചെന്ന് പരിചയപ്പെടുത്താവുന്ന അർജുൻ ഏതൊരാന ഉടമയുടെയും പാപ്പാൻ്റെയും സ്വപ്ന നായകനായി. സോൺപൂർ മേളയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയ്ക്കിടയ്ക്കാണ് ജീവിതത്തിൽ ആദ്യമായി അർജുൻ എന്ന പഴയ ആഞ്ജനേയൻ ലോറിയിൽ കയറുന്നത്. ഇപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം എന്നും പറഞ്ഞ് പണ്ടൊക്കെ കുട്ടികളുടെ കണ്ണുപൊത്തി കൂട്ടുകാർ അവരെ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിക്കുന്നത് പോലെ പിന്നോട്ട് നടത്തിക്കൊണ്ടുവന്ന് ഒന്ന് ശ്വാസം വിടാനുള്ള സാവകാശം പോലും നൽകാതെ നേരെ ലോറിയിലേക്ക് കയറ്റിയപ്പോൾ അന്ന് അവൻ കുറച്ചൊന്നുമല്ല പേടിച്ചാരേണ്ടത്. പാവം പേടിത്തൊണ്ടന്മാരെ പേടിച്ചു തൂറികളെന്നെല്ലാവരും വിളിക്കാറുണ്ടെങ്കിലും പേടിച്ചു വശം കെട്ട വാശിക്കൊരാന ഇങ്ങനെ തൂറി തോൽപ്പിക്കുന്ന ഒരു സംഭവം ഷാജിയെയും കൂട്ടരെയും സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവവുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഉത്സവ സീസണായാൽ അർജുന് ലോറിയിൽ നിന്നിറങ്ങാൻ നേരമില്ലാത്ത അത്രയും തിരക്കാണ്. അർജുന് വേണ്ടി മാത്രമായി പുതിയൊരു ലോറിയും ഷാജി വാങ്ങിയിട്ടുണ്ട്. യാത്ര ഇപ്പോൾ സർവത്ര ലോറിയിൽ തന്നെയാണെങ്കിലും തൻ്റെ പഴയ UP ബീഹാർ വനവാസകാലം ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന മറ്റൊന്നുകൂടി ഇടയ്ക്കിടെ അർജുൻ കേരളത്തിൽ കാണാറുണ്ട്. കാൽനടയാത്രക്കാരുടെയും വാഹനങ്ങളുടെയും നട്ടെല്ല് തകർക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. സത്യത്തിൽ ഇപ്പോൾ താറുമാറായ റോഡുകൾ കാണുമ്പോൾ ലോറിയല്ല, ശബരിമലയിലേക്ക് ഡോളിയിൽ എടുത്തുകൊണ്ടു പോകുന്ന പോലെ ആരെങ്കിലും തന്നെ ചുമന്നുകൊണ്ട് പോകാൻ തയ്യാറായി വന്നാലും പഞ്ചപുച്ഛമടക്കി നിന്നു കൊടുത്തേക്കാം എന്ന ഭാവമാണ് നമ്മുടെ അർജുന്. എത്ര നാളായി അർജുൻ്റെ ഒപ്പം? 2 കൊല്ലം. ഇപ്പൊ ഷായി ചേട്ടൻ്റെ അവിടെ വന്നിട്ട് ആദ്യം കയറുന്ന അർജുൻ്റെ ഒപ്പമാണോ? അല്ല. എത്ര നാളായി ഷായി ചേട്ടൻ്റെ അടുത്ത്? 12 കൊല്ലം. 12 കൊല്ലം. ഇനി മുമ്പ് ഏതൊക്കെ ആനയിലായിരുന്നു കയറിയിരുന്നത്? മഹാദേവൻ, വിജയ്, പ്രസാദ്, ഒരുപാട് ആന. ഇവന്റെ സ്വഭാവത്തെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടന് എന്താണ് ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇതിന്റെ സ്വഭാവത്തിൽ നല്ല സ്വഭാവമാണ്, ശാന്ത സ്വഭാവമാണ്. വഴക്കൊന്നുമില്ല, ശല്യങ്ങളൊന്നുമില്ല, നാട്ടുകാരുടെ കുഴപ്പമില്ല, എഴുന്നള്ളിപ്പ് സമയത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നീരൊക്കെ കറക്റ്റ് സമയമാണ്, അതൊക്കെ കഴിഞ്ഞ്. ഷാജി ചേട്ടന് ഈ ആനയ്ക്ക് ചട്ടമാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഷാജി ചേട്ടന് ചട്ടമുള്ളതുകൊണ്ട് ചേട്ടന് എന്തെങ്കിലും പ്രശ്നങ്ങളോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ചേട്ടന് ഈ ആനയിൽ ഏറ്റവും കൂടുതൽ മറക്കാനാവാത്തൊരു സംഭവം ഉണ്ടായിരുന്നു? ഏറ്റവും മറക്കാനാവാത്ത സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല.